ആധുനികതയിൽ വിശ്വാസ ജീവിതം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അല്പസമയം ചിന്തിപ്പാൻ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നു. വിശുദ്ധ തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-32 വചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ തന്നെ കല്ലെറിവാനായി കടന്നു വന്ന ഒരു കൂട്ടം യഹൂദന്മാരുമായി യേശു കർത്താവ് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച് കുറിവാക്യം. എന്നാൽ 8-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു: അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എങ്കിൽ അബ്രഹാമിൻ്റെ പ്രവർത്തികളിൽ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. ഇവിടെ യേശു ക്രിസ്തുവിനെ കല്ലെറിവാനായി കടന്നു വന്ന ഒരു കൂട്ടം യഹൂദന്മാരെ നമ്മൾ കാണുകയാണ്. പഴയ ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം അവസാനിച്ചു. പുതിയ ഒരു നിയമം കർത്താവ് തൻ്റെ രക്തത്താൽ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതി. എന്നാൽ കർത്താവ് ഈ യഹൂദന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയവും ന്യായപ്രമാണ കാലഘട്ടം തന്നെയാണ്. എന്നാൽ അവിടെ കർത്താവ് വ്യക്തമായി വെളിവാക്കുന്നതായ ഒരു വിഷയമുണ്ട്: സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. ഈ സത്യം ആരാകുന്നു എന്നും കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി അവിടെ ധരിപ്പിക്കുന്നുണ്ട്. പുത്രനെങ്കിൽ അവകാശിയാകുന്നു, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുകയില്ല, പുത്രനോ എന്നേക്കും വസിക്കും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് കർത്താവ് ഓർപ്പിക്കുക. ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാകാത്ത യഹൂദന്മാർ യേശു കർത്താവിനെ കല്ലെറിയുവാനായി പലപ്പോഴായി ശ്രമിച്ചു. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന വിഷയം, യഹൂദന്മാരുമായി സംസാരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ ഇവരിലില്ല. ഇവർ പേരിൽ അബ്രഹാമിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്നവരുമാണ്. വിശുദ്ധ തിരുവചനത്തിൽ പുതിയ നിയമപുസ്തകമായിരിക്കുന്ന മത്തായി മുതൽ വെളിപ്പാട് വരെയും പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പുതിയ നിയമസഭയ്ക്കായി കർത്താവ് നൽകി തന്നു. ഈ ആധുനിക കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വിശ്വാസികളുടെ മേലും സഭയുടെ മേലും വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം തിരുസഭയെ, മണവാട്ടി സഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിലെ മരുഭൂമി യാത്രയിൽ ഓരോ വിശ്വാസിയുമായിരിക്കുമ്പോൾ, നമുക്കെപ്പോഴും ഏതൊരു സാഹചര്യത്തിലും ഏതൊരു വ്യത്യസ്തമായിരിക്കുന്ന സമയങ്ങളിലും നമ്മളോട് കൂടെയിരുന്ന് ഈ മരുഭൂമി യാത്രയിൽ നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നല്ല നാളിന് വേണ്ടിയിട്ട് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന് വിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യതയുണ്ട്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ, ആധുനിക കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണവും വളരെ വലുതാണ്. അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അവകാശപ്പെടുന്ന അവർ പ്രവൃത്തിയിൽ പലപ്പോഴും നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ചിന്തകളെ തിരുത്തിക്കൊണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രം നിത്യജീവൻ ഉണ്ട് എന്ന് അവരെ അറിയിക്കുകയും ആ സുവിശേഷം അവരെ ബോധ്യമാക്കുവാൻ പലവട്ടം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് മോശയ്ക്ക് കൊടുത്തതായ ന്യായപ്രമാണത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചും മഹാപുരോഹിതന്മാരെക്കുറിച്ചും നാം പഠിക്കുമ്പോൾ, അവരുടെ ചരിത്രം പഠിക്കുന്നത് തന്നെ അവർ മോശയുടെ ന്യായപ്രമാണത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും
പ്രത്യേകാൽ പരീശന്മാരായിരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ന്യായപ്രമാണം പലതും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ പ്രവൃത്തിയിൽ കൂടെ അവർ പല കാര്യങ്ങളും മറ്റുള്ളവരെ ധരിപ്പിക്കുകയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ന്യായപ്രമാണം ഞങ്ങൾ നന്നായി ആചരിക്കുന്നുവെന്നും ഞങ്ങൾ അത് അനുഷ്ഠിക്കുന്നുവെന്നും. എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ന്യായപ്രമാണത്തിൻ്റെതായിരിക്കുന്ന യാതൊരു പ്രവർത്തികളും കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് അബ്രഹാം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും അബ്രഹാമിൻ്റെതായിരിക്കുന്ന യാതൊരു പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നുവെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്ന സൗഭാഗ്യം എന്നുള്ളത് മക്കളെന്ന അവകാശത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക. ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, അബ്ബാ പിതാവി എന്ന് വിളിക്കത്തക്കവണ്ണം സുപുത്രന്റെ ആത്മാവിനെ പുതിയ നിയമസഭയിലെ ദൈവജനത്തിന്മേൽ നൽകി തന്നുകൊണ്ട് കർത്താവിനോട് ഏറ്റവും അടുത്ത് തൻ്റെ മക്കളെന്ന പദവിയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ഒന്നിരണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 8-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. വീണ്ടും ജനനം എന്നുള്ളതായിരിക്കുന്ന വലിയ ദൈവിക ആ പദ്ധതിയിൽ കൂടെ ക്രിസ്തുവുമായിട്ടുള്ള വലിയ ബന്ധത്തിലേക്ക് പുതിയ നിയമസഭ കടന്നു വന്നിരിക്കുക. പഴയ നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ന്യായപ്രമാണത്തിന് ദൈവത്തോട് അടുപ്പിക്കുവാൻ മനുഷ്യനെ കഴിഞ്ഞില്ല. പലപ്പോഴും ന്യായപ്രമാണത്തിൻ്റെ പല നിയമങ്ങൾ ജനത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിന് കഴിയാതിരുന്നപ്പോൾ തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അവൻ നമുക്കായിട്ട് നൽകി തന്നു. നാം വായിച്ച വചനത്തിൽ ഇങ്ങനെയാണ് കണ്ടത്: നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്ന് ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിരന്തരമായി വസിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ നമ്മിൽ പകർന്നു തന്നിരിക്കുക. പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമ വിശ്വാസികൾക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ ഭാഗ്യപദവി എന്ത് എന്ന് ചോദിച്ചാൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ പകർന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമായി നമ്മുടെ ശരീരം ആക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. യാതൊരു യോഗ്യതകളുമില്ലാതിരുന്ന, ശുദ്ധിയില്ലാതിരുന്നതായിരിക്കുന്ന നമ്മുടെ ശരീരത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ കാൽവറി ക്രൂശിലെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മനുഷ്യനെ ശുദ്ധീകരിപ്പാനായിട്ടിടയായി തീർന്നു. ഏതുതരം ശുദ്ധീകരണമാണ് നടന്നത്? പാപത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ശുദ്ധീകരണം. പാപത്തിന് അധീനപ്പെട്ട് ജീവിച്ചതായ മനുഷ്യൻ്റെ ശരീരം, മനസ്സ്, മനുഷ്യൻ്റെ പ്രവർത്തികളിൽ നിന്നെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മനുഷ്യൻ്റെ എല്ലാ പാപക്കറകളും പോക്കിക്കൊണ്ട് മനുഷ്യനെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആർക്കാണ് ഈ ശുദ്ധീകരണം ലഭിക്കുന്നത്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക്. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ 33 തിരുവയസ്സ് വരെയും ഈ ഭൂമിയിൽ ജീവിച്ചു. തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ ഒഴുക്കി തന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ വിശ്വസിച്ച്, അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിനോട് ചേരുവാൻ സ്നാനം എന്ന വലിയ പ്രക്രിയയിൽ കൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിപ്പാനായി ആഗ്രഹിക്കുന്നു. അവർ പ്രാർത്ഥനയോടെ മർക്കോസിന്റെ മാളികമുറിയിൽ കാത്തിരുന്നത് പോലെ പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തന്നിൽ ആഗ്രഹിക്കുന്ന തൻ്റെ പ്രിയ മക്കൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി പരിശുദ്ധാത്മാവ് അധിവസിക്കേണ്ടതിനായി വരുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ആധുനിക ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ മാത്രം പരിശുദ്ധാത്മാവ് തങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഇനി ഏതൊരു നിലകളിലും അവർക്ക് ജീവിതം നയിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്.
വളരെ തെറ്റായിരിക്കുന്ന ഈ ചിന്താതികളെ കൂടെ ഞാനൊന്ന് തിരുത്തി കാണിച്ചു നൽകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും മഹത്വകരമായിരിക്കുന്ന ഭാഗ്യം എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുയേശുവിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ മേൽ നൽകി തന്നു. ആ പരിശുദ്ധാത്മാവ് നിരന്തരമായി വിശ്വാസിയുടെ ജീവിതത്തിൽ വസിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്: പരിശുദ്ധാത്മാവിനെ വസിക്കത്തക്ക നിലയിലുള്ളതായിരിക്കുന്ന വിശുദ്ധിയും വേർപാടും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ നിലയിലുള്ളതായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ കഴിയാതെ ഇന്ന് പലരും ഈ ആധുനിക കാലഘട്ടത്ത് അവരുടേതായിരിക്കുന്ന രീതികളിൽ, പഴയ കാലഘട്ടങ്ങളിൽ അവരെങ്ങനെ ജീവിച്ചുവോ, മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റേതെങ്കിലും നിലകളിലുള്ളതായിരിക്കുന്ന മോശമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് തന്നിൽ വസിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ജീവിത രീതികൾ കൊണ്ടുപോകുന്നവർ ഓർക്കുക, നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. ഇത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു അബ്രഹാമിൻ്റെ സന്തതികൾ മക്കളെന്ന് അവകാശപ്പെട്ട് പറഞ്ഞതായിരിക്കുന്ന യഹൂദന്മാരോട് മറുപടിയായി പറഞ്ഞത്: നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കള് എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ അബ്രഹാമിൻ്റെതായിരിക്കുന്ന യാതൊരു പ്രവൃത്തിയും നിങ്ങളിൽ കാണുന്നില്ല. അതേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മകനെന്നും മകളെന്നും വിളിക്കപ്പെടുവാനുള്ള യോഗ്യത ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ലഭിച്ചു എന്നിരിക്കെ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ളതായിരിക്കുന്ന മന്ദിരമായി നമ്മൾ വേർതിരിക്കപ്പെട്ട് വേർപാടനുഷ്ഠിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ യേശു കർത്താവ് യഹൂദ ജനത്തോട് നോക്കി പറഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ, ഈ ആധുനിക കാലഘട്ടങ്ങളിൽ നമ്മോട് നോക്കി പറയേണ്ടതായിട്ട് വരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ അബ്രഹാമിൻ്റെതായിരിക്കുന്ന യാതൊരു പ്രവൃത്തികളും അവരിലില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. മാത്രമല്ല, ദൈവത്തിൻ്റെ വാക്കുകളെ ഓരോന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അതനുസരിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി വളരെ കാത്തിരുന്ന മനുഷ്യനാണ് അബ്രഹാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മശിഹ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ പിറക്കുമെന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നിട്ടും, ആ മശിഹ അവരുടെ ഇടയിൽ ഇറങ്ങി വന്നിട്ടും അവരുടെ ഇടയിൽ പാർത്തിട്ടും ആ മശിഹയെ അംഗീകരിപ്പാനോ സ്വീകരിപ്പാനോ തയ്യാറാകാതെ മോശയ്ക്ക് കൊടുത്തതായിരിക്കുന്ന ന്യായപ്രമാണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന അവരെ നോക്കി കർത്താവ് പറയുന്നു: നിങ്ങളിൽ അബ്രഹാമിൻ്റെ യാതൊരു പ്രവൃത്തിയും കാണുന്നില്ല. പുതിയ നിയമവിശ്വാസിയായിരിക്കുന്ന നാം ഓരോരുത്തർക്കും ലഭിച്ചതായ ഭാഗ്യം ആ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണ വ്യവസ്ഥകളെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ ക്രിസ്തു നമുക്ക് തൻ്റെ രക്തത്താൽ പുതിയൊരു നിയമം നമുക്കായി എഴുതി തന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. പരിശുദ്ധാത്മാവിനെ പുതിയ നിയമവിശ്വാസിയുടെ ജീവിതത്തിൽ നൽകി തന്നത് ആ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് നാം കടന്നു വരുവാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു തിരുവചന വേദ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവ് എല്ലാവരിലും, അത് യഹൂദന്മാരെന്നോ യവനന്മാരെന്നോ ദാസന്മാരെന്നോ സ്വതന്ത്രരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ശരീരമാകുമാറ് ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ളവർ ഇനി വ്യത്യസ്തരല്ല, ഒരേ ശരീരത്തിനുടമയാണ്. എഫെസ്യ ലേഖനം അതാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാക്കി നമ്മളെ തീർത്തിരിക്കുന്നു. ഇനി നമ്മൾ വ്യത്യസ്തരല്ല. ജാതിയോ മതമോ ഭാഷയോ അതിന് മാറ്റങ്ങൾ വരുത്തുന്നില്ല. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളിൽ നിന്ന് അറിവാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. തീർച്ചയായും ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവസന്നിധിയിൽ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവൻ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് തന്നെയാണ്. വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് കടന്നു വന്ന ഗലാത്യർക്ക്
അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം എഴുതുന്നു, നിങ്ങൾ ഇത്ര ബുദ്ധി കിട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവമെല്ലാം വ്യർത്ഥമോ എന്ന് പൗലോസ് അവിടെ ചോദിക്കുക. താഴോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പ്രകാരം ന്യായപ്രമാണത്തെക്കുറിച്ച് കാണുന്നു. വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഹബക്കൂക്ക് 2:4 പറയുന്നു. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണ കാലഘട്ടത്തിൽ അവർ പ്രവൃത്തിയിൽ കൂടെ നീതീകരിക്കപ്പെട്ടവരാണ്. അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത്. അബ്രഹാം തന്റെ ദൂതന്മാരെ ആദരിക്കുവാൻ തക്കവണ്ണമടിയായിത്തീർന്നു. അബ്രഹാം പ്രവൃത്തിയിൽ കൂടെ ദൈവം വിളിച്ച് വേർതിരിച്ചതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തന്നെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം വിശ്വസ്തനായിരുന്നു. താൻ പ്രവർത്തികളിൽ കൂടെ നീതീകരിക്കപ്പെട്ടവനായി നമുക്കവിടെ കാണുകയാണ്. പുതിയ നിയമസഭയെ വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ വിശ്വാസത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കാലഘട്ടങ്ങളിൽ നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും ക്രിസ്തു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്നും ക്രിസ്തു എനിക്ക് വേണ്ടി സ്വർഗോന്നതങ്ങളിലേക്ക് മടങ്ങിപ്പോയി ക്രിസ്തു എനിക്ക് വേണ്ടി വീണ്ടും മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന തൻ്റെ പ്രിയ മക്കളെ ചേർക്കുവാനാണ് അവൻ ഇത്രയും വേഗം മടങ്ങി വരുന്നത്. പ്രവൃത്തിയാലുള്ള വിശ്വാസമല്ല പുതിയ നിയമത്തിൽ കാണുന്നത്. നാം വിശ്വസിക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ് അബ്രഹാം ചെയ്തതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു സ്വർഗോന്നതകളിലേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്നും വീണ്ടും വരുമെന്നും നമ്മൾ വിശ്വസിപ്പാൻ തയ്യാറാകണം. യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസം നമുക്കുണ്ടാകുമാറാകണം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ സന്തതികൾ എന്നറിയപ്പെടുന്ന ആ പ്രിയപ്പെട്ടവരോട് യേശു കർത്താവ് പറഞ്ഞത് അബ്രഹാമിൻ്റെതായിരിക്കുന്ന യാതൊരു പ്രവർത്തികളും നിങ്ങളിൽ ഇല്ല എന്ന്. എന്നാൽ പുതിയ നിയമസഭയായിരിക്കുന്ന ദൈവജനത്തോട് കർത്താവിന് പറയുവാനുള്ളത്, നിങ്ങളിൽ ഞാൻ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തെടുക്കുക മാത്രമല്ല, എൻ്റെ മനോഭാവത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകണമെന്ന്. ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ, അതായത് അബ്രഹാമിൻ്റെ സന്തതികൾ എന്നറിയപ്പെടുന്ന ആ പ്രിയമുള്ളവർക്ക് ഇല്ലാതെ പോയത് ക്രിസ്തുയേശുവിൽ കൂടെ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ പ്രിയ മക്കൾക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് കടന്നു വരേണ്ടതിന്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ ആയിത്തീരേണ്ടതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകർന്നു തന്നിരിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചതായ ദൈവമക്കളുടെ മേൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി തരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല, ക്രിസ്തുവിനുള്ളവരത്രേ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെന്നും നാം അവനിൽ വസിക്കുന്നുവെന്നും അവൻ നമ്മിൽ വസിക്കുന്നുവെന്നും നമുക്കെങ്ങനെ ഏതിനാൽ തിരിച്ചറിവാൻ കഴിയും? അവൻ്റെ ആത്മാവിനെ നമ്മിൽ പകർന്നതിനാൽ നമുക്ക് തിരിച്ചറിവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവരല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമേ അല്ല. ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പ്രവർത്തികൾ പലതും ചെയ്യുന്നുണ്ട്, കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നവര് എണ്ണം വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. വളരെ സോറി എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളെ കൊടുക്കൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളിൽ വസിക്കുവാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കൂ. നിങ്ങളുടെ ശരീരം അത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാനുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മിൽ വസിപ്പാനുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവിന് നമ്മിൽ വസിപ്പാൻ
കഴിയുമാറാകണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് നാം കടന്നു വരുവാനിടയായിത്തീരും. അബ്രഹാമിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇല്ലാതെ പോയതായിരിക്കുന്ന ഒരു ഗുണം അല്ലെങ്കിൽ ഒരു സ്വഭാവം ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന തൻ്റെ പ്രിയ മക്കൾക്ക് എന്നെന്നും നിലനിൽക്കേണ്ടതിന് തൻ്റെ ആത്മാവിനെ അവൻ നമ്മിൽ പകർന്നു തന്നു. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക മാത്രമല്ല, നിരന്തരമായി പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം നമ്മളോട് കൂടെ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായി സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന് നമ്മിൽ വസിപ്പാനായി നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ ഒരുക്കി കാത്തുകൊള്ളണം. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്ന ഭാഗമാണ് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്. ഈ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ ജീവിതത്തിൽ വസിക്കുവാൻ തുടങ്ങുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. ക്രിസ്തുയേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നാം വരിക മാത്രമല്ല, ആ മനോഭാവത്തിൻ്റെ റിസൾട്ട് നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വന്ന് അവൻ അവിടം കൊണ്ട് പൂർണ്ണത എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുക മാത്രമല്ല, അവൻ്റെ സ്വഭാവത്തിനും നമ്മൾ ഉടമയായി തീരുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. കർത്താവായ യേശു ക്രിസ്തു ആമേൻ തൻ്റെ ഒരു കരണത്തടിച്ചവനെ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുവാൻ തന്നിലുണ്ടായതായിരിക്കുന്ന ദീർഘക്ഷമ കൊണ്ട് അതിനെ നേടുവാൻ കഴിയും. തന്നെ പിടിക്കുവാൻ വന്ന പട്ടാളക്കാരിൽ ശിഷ്യന്മാരിൽ ഒരുത്തൻ ആ പട്ടാളക്കാരൻ്റെ കാതറുത്തപ്പോൾ തൻ്റെ ശിഷ്യനോട് വാൾ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അറുത്തുമുറിക്കപ്പെട്ടതായിരിക്കുന്ന ആ ചെവിയെ വീണ്ടും അതുപോലെ തന്നെ കാതിന് ചേർത്ത് സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്ക് കടന്നു വരണമെങ്കിൽ ഒരു കാര്യം നിശ്ചയമായി നമ്മൾ ഓർക്കണം. ക്രിസ്തുയേശുവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ നിരന്തരമായി സംസർഗത്തിനും വാസത്തിനും ഉള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് കഴിയാതെ പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധ ജീവിതത്തിന് എവിടെയൊക്കെയോ കോട്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആധുനികതയിലെ വിശ്വാസ ജീവിതം പരിശോധിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അധിവസിക്കുന്നതിന് തടസ്സമായി പലവിധമായിരിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നു. ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടാത്ത ജീവിതം, വചനത്തിന് വിരുദ്ധമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തതായ ജീവിത സാഹചര്യങ്ങൾ, പ്രാർത്ഥനയില്ലാത്ത ക്രിസ്തീയ ജീവിതം, പരിശുദ്ധാത്മാവിൻ നിറവില്ലാത്തതായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം, ലോകവുമായി ഇടകലർന്നതായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ കാണുകയില്ല. ഒരുപക്ഷെങ്കിൽ ഈ ലോകത്തിലുള്ള സഭയിലെ രജിസ്റ്ററിനകത്ത് നിങ്ങളുടെ പേര് കാണും. പക്ഷേ ജീവന്റെ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ പേർ കാണണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുള്ളതായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് നാം ഏവരും ഉടമകളായി തീരണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്നു. വരവിന് വേണ്ടി കർത്താവിൻ്റെ സഭയെ, മണവാട്ടി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പറന്നു പോകുവാൻ നമുക്ക് കൃപ ലഭിക്കണമെങ്കിൽ, ശക്തി ലഭിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായിരിക്കുന്ന സംസർഗവും കാവലും കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആകയാൽ പ്രിയമുള്ളവരെ, ആധുനികതയിൽ വിശ്വാസ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ നിലകളിലുള്ളതായിരിക്കുന്ന ഒരുപാട് പോരായ്മകൾ പലരുടെയും ജീവിതത്തിൽ കാണുന്നു. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുമ്പോൾ തന്നെ അബ്രഹാമിൻ്റെ യാതൊരു വിധമായിരിക്കുന്ന സ്വഭാവമോ പ്രവൃത്തിയോ അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമവിശ്വാസിയായിരിക്കുന്ന ഓരോ ദൈവജനത്തോടും എനിക്ക് പറയാനുള്ളത്, ക്രിസ്തുയേശുവിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുയേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ക്രിസ്തുയേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നിങ്ങളിൽ സംസർഗ സഹവാസം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിരന്തരമായി വസിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുവാനിടയായിത്തീരും. ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്.
ഈ കാലഘട്ടങ്ങളിൽ അനേകർ വിശ്വാസ ജീവിതത്തിൽ പൊഴിഞ്ഞു പോകുമ്പോൾ നല്ല അടിയുറച്ച വിശ്വാസമുള്ളവരായി മാതൃകപരമായൊരു ജീവിതം നയിപ്പാനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.